നിങ്ങളുടെ പേര് വെറുമൊരു പേരല്ല, നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ അതിശക്തമായ കർമ്മരഹസ്യങ്ങൾ പ്രപഞ്ചം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു പേരാണെന്ന് ഞാൻ പറയും. ഒരാളുടെ പേര് മതി അയാളുടെ ജീവിതം എന്താണെന്ന് പറയാൻ, അയാളുടെ ജോലി എന്താണെന്ന് പറയാൻ, അയാളുടെ കുടുംബം എന്താണെന്ന് പറയാൻ. പേരിൻ്റെ കർമ്മ വെച്ച് ഒരാളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അയാളുടെ ജീവിതം എങ്ങനെ ഉയർച്ചയിലെത്തിക്കാം, അയാളുടെ ജീവിത പങ്കാളിയെ എങ്ങനെ കണ്ടെത്താം. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പേരാണല്ലേ വിഷ്ണു എന്നുള്ളത്. അപ്പോൾ വിഷ്ണു എന്നുള്ള പേരിൻ്റെ കർമ്മ തന്നെ നമ്മൾക്ക് ആദ്യം നോക്കാം. വിഷ്ണു എന്ന പേര് ഉള്ള ഒരാൾക്ക് അയാളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ കൃഷ്ണൻ്റെ പേരുമായിട്ടോ വിഷ്ണുവിൻ്റെ പേരുമായിട്ടോ ബന്ധമുള്ള സാമ്യമുള്ള പേരുകൾ, അല്ലെങ്കിൽ അതിൻ്റെ നാനാർത്ഥങ്ങളിൽ വരുന്ന പേരുകളൊക്കെ ഉള്ള ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും. അതിപ്പോൾ കൃഷ്ണൻ, നാരായണൻ, വാസുദേവൻ, ഇങ്ങനെയുള്ള പേരുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ നാരായണി, ലക്ഷ്മി അങ്ങനെ പോലെയുള്ള പേരുകളൊക്കെ ഉള്ള ആളുകൾ ഇവരുടെ ഫാമിലിയിലുണ്ടാവും. വിഷ്ണു എന്ന പേര് ബുധൻ്റെ കർമ്മയുമായിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ ഈ ബുധൻ്റെ കർമ്മയിൽ വരുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, എന്താണ് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് നോക്കാം. ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് ഇവരുടെ കർമ്മ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടീച്ചിങ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ആയിരിക്കും ഇവർ. അതല്ലെങ്കിൽ ടീച്ചിങ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വൈഫ് ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അക്കൗണ്ടിങ് മേഖല, IT മേഖല, ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകൾ, അതേപോലെ തന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെടുന്ന ഇലക്ട്രോണിക്സ് ടെക്നോളജി, ഇതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം വരും. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് സൈഡുകളിൽ വരുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ, ബിസിനസ് മാർക്കറ്റിംഗ് ഹെഡ് പോലുള്ള പൊസിഷനുകൾ, ഇതെല്ലാം ഈ പറഞ്ഞ ബുധൻ്റെ കർമ്മയിൽ പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇവർക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കാനുള്ള താല്പര്യങ്ങൾ, ലൈഫ് അത്യാവശ്യം നന്നായിട്ട് നല്ല പ്രണയവുമായിട്ട് പോവാം, ഇരട്ട കുട്ടികളുണ്ടാകുക, ഇതൊക്കെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡുകളിലൂടെ പോകുന്നതാണ്. അതേപോലെ തന്നെ നേഴ്സിംഗ് മേഖല, ഇതൊക്കെ വളരെ നല്ല ഒരു പ്രൊഫഷണലാണ്. ഇവരെ കാർമ്മികത്വത്തിനെ ക്ലെൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം സഹായിക്കുന്ന ഇതാണ് ടീച്ചിങ്ങും നേഴ്സിങ്ങും ആയിട്ട് സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിലാണ് ഈ ബുധൻ്റെ കർമ്മ ഇവരെ ലൈഫിൽ പോകാമെന്നുണ്ടെങ്കിൽ ഇവർക്ക് വെരിക്കോസ് പോലുള്ള അസുഖങ്ങൾ, ഞരമ്പുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവിധ അസുഖങ്ങളും, അതേപോലെ തന്നെ സ്കിന്നുമായി ബന്ധപ്പെട്ട് വരുന്ന അലർജികൾ, സ്കിന്നിൻ്റെ തൊലിയുടെ പുറമേ വരുന്ന അലർജികൾ കംപ്ലീറ്റ് വരുന്നത്, അതേപോലെ തന്നെ ഇവർക്ക് തലച്ചോറുമായി ബന്ധപ്പെട്ട് വരുന്ന ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നുണ്ടാവും. അതേപോലെ കാലിൽ കഴപ്പ് കാര്യങ്ങൾ വരുന്ന പ്രശ്നങ്ങളൊക്കെ, ഞരമ്പ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് വരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കാനുള്ള താല്പര്യം വളരെ കൂടുതലായിരിക്കും. പ്രേമിക്കപ്പെടുക, പ്രേമിച്ച് തേപ്പ് കിട്ടുക എന്നുള്ളതൊക്കെ വളരെ സർവ്വസാധാരണമാണ് ഇവർക്ക്. അതേപോലെ തന്നെ ഇവരെപ്പോഴും മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുക, ഇവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരായിട്ട് കമ്പാരിസൺ വരുന്ന തരത്തിലുള്ള ഒരു സംസാരങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. അതല്ലെങ്കിൽ ഇവർ മറ്റുള്ളവരെ പരിഹസിക്കുക, അല്ലെങ്കിൽ ഇവർ ഫാമിലിയിലുള്ളവർ ഇവരെപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള AI പോലുള്ള ടെക്നോളജികൾ യൂസ് ചെയ്യാനോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ ഇവർക്ക് എപ്പോഴും ഇവരുടെ ഫാമിലി ലൈഫിലും എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുകൾ ആയിരിക്കും. എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ അറിവ്, ഇവരെന്താണ് പറയാൻ ഉദ്ദേശിച്ച കാര്യമെന്ന് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാൻ പറ്റില്ല. ഇത് എന്ന വലിയൊരു പ്രോബ്ലംസിലേക്ക് ഇവരെ ലൈഫിനെ കൊണ്ടുപോകും. ഡൈവേഴ്സ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇവരെ കൊണ്ടുപോകും. അതേപോലെ തന്നെ ഡോക്യുമെൻ്റ് ഇഷ്യൂസുകൾ, ഇപ്പോൾ സർട്ടിഫിക്കറ്റിൽ പേരിൽ വരുന്ന വ്യത്യാസം, പാസ്പോർട്ടിൽ വരുന്ന വ്യത്യാസം, ID കാർഡിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇവരൊരു ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട് ലോണിന് പോയി കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ, ആധാരം പോലുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ, എന്ത് കാര്യത്തിലേക്ക് ഇവർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിലേ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബുധൻ്റെ കർമ്മ നെഗറ്റീവ് ആവുമ്പോൾ വരുന്നതാണ്. ചിലപ്പോൾ ആ ഒരു കാര്യം മാത്രം മതിയാവും ഇവരുടെ ജോലി നഷ്ടപ്പെട്ടു പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ കർമ്മ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ പേജ് ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് പേഴ്സണൽ മെസ്സേജ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ പേരിൻ്റെ കർമ്മ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ പാർട്ട്ണറായിട്ടോ, നിങ്ങൾ പ്രേമിക്കുന്ന ആളുകൾ, നിങ്ങൾ ഫാമിലി മെമ്പേഴ്സോ, നിങ്ങളോ ആര് തന്നെ ആയിക്കോട്ടെ, നമുക്ക് പേരിൻ്റെ കർമ്മ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും. അത് ഏത് മതത്തിലുള്ളവരായാലും കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും.